റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാർട്ടിയിലെ തന്റെ എതിരാളിയായ നിക്കി ഹേലിയുടെ സ്റ്റേറ്റായ സൗത്ത് കരോലിനയിലെ പ്രൈമറിയിൽ വിജയിച്ചതോടെയാണ് ട്രംപ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. വോട്ടെടുപ്പ് അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ ട്രംപ് മത്സരത്തിൽ വിജയിക്കുമെന്ന് ഫോക്സ് ന്യൂസും CNN-ഉം പ്രവചിച്ചിരുന്നു. പ്രവചനങ്ങളെയെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള വിജയമായിരുന്നു ട്രംപ് നേടിയത്. ഇതോടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയായിരുന്നു. നിലവിൽ അയോവ, ന്യൂ ഹാംഷെയർ, US വിർജിൻ ഐലൻഡ്സ്, നെവാഡ എന്നിവിടങ്ങളിൽ എതിരാളികളെ വലിയ മാർജിനിൽ മറികടന്നാണ് ട്രംപ് വിജയിച്ചിരിക്കുന്നത്. എന്നാൽ തന്റെ പോരാട്ടം ഇനിയും തുടരുമെന്ന് നിക്കി ഹേലി വ്യക്തമാക്കി. മാർച്ച് 5-ന് സൂപ്പർ ചൊവ്വാഴ്ച വരെ പോരാട്ടം തുടരും. 874 ഡെലിഗേറ്റുകളാണ് അന്ന് നിർണയിക്കപ്പെടുക. തങ്ങൾ ഈ പോരാട്ടം തുടരുന്നത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നതായി ഹേലി പറഞ്ഞു. ഇതൊരു വലിയ പോരാട്ടമാണെന്നും പാത ബുദ്ധിമുട്ടാണെന്നും കണക്കുകൾ വെല്ലുവിളി നിറഞ്ഞതാണെന്നും ഞങ്ങൾക്കറിയാം. റിപ്പബ്ലിക്കൻ പ്രൈമറി ജയിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്. നവംബറിൽ ആർക്കാണ് ഡെമോക്രാറ്റുകളെ പരാജയപ്പെടുത്താനും നമ്മുടെ രാജ്യത്തെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിയുക എന്നതിനെക്കുറിച്ചാണെന്നും ഹേലിയുടെ ക്യാമ്പയിൻ മാനേജർ ബെറ്റ്സി ആഗ്നി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ വലിയ മാർജിനിൽ വിജയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.